ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ധനഹാകാലം 5-ാം ആഴ്ചയിലേക്ക് സഭ പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുകയാണ്. പരസ്യജീവിതകാലത്ത് ഈശോ ചെയ്ത ഒരു പ്രധാന സേവനം ഒരു വൈദ്യനടുത്ത ശുശ്രൂഷ നിർവഹിക്കുക എന്നതായിരുന്നു. ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചവനാണ് അവിടുന്ന്. പുറപ്പാട് പുസ്തകത്തിലെ സൗഖ്യമന്ത്രമായ "ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്" എന്ന തിരുവചനം അക്ഷരാർത്ഥത്തിൽ അവൻ തൻ്റെ ജീവിതത്തിലൂടെ പൂർത്തിയാക്കി. കഫർനാമിലെ ഒരു വീട്ടിൽ നടന്ന സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈശോ ഈ പട്ടണത്തിൽ തിരിച്ചെത്തുകയായിരുന്നു. അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കഫർനാമിൽ ഈശോയ്ക്ക് സ്വന്തമായി ഒരു വീട് ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. പത്രോസിൻ്റെതായിരുന്നു ഈ ഭവനം. ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ചെലവഴിച്ചത് ഈ ഭവനത്തിലാണ് എന്ന് കരുതപ്പെടുന്നു. അക്കാലത്തെ കഫർനാമിലെ വീടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. വലിയ ഉയരത്തിലല്ലാത്ത പരന്ന മേൽക്കൂരയായിരുന്നു എല്ലാ വീടുകൾക്കും തന്നെ. ചെളിയും കച്ചിയും മരക്കമ്പുകളും ഉപയോഗിച്ചായിരുന്നു അവ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മേൽക്കൂര പൊളിച്ചു മാറ്റാനും പുനർനിർമ്മിക്കാനും താരതമ്യേന എളുപ്പമായിരുന്നു. പുരാവസ്തു ഗവേഷകർ AD 1-ാം നൂറ്റാണ്ടിലെ മേൽപ്പറഞ്ഞ വീട് കണ്ടെത്തുകയും പിന്നീട് ക്രൈസ്തവർ ഈ ഭവനം കേന്ദ്രീകരിച്ച് 8 കോണുള്ള ഒരു ദേവാലയം പണി തീർക്കുകയും ചെയ്തു. ഈശോ കഫർനാമിലെ വീട്ടിൽ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് 4 പേർ ചേർന്ന് ഒരു തളർവാദക്കാരനെ അവിടെ കൊണ്ടുവരുന്നത്. ജനക്കൂട്ടത്താൽ ചുറ്റപ്പെട്ട ഈശോയുടെ അടുത്ത് രോഗിയെ നേരായ വഴിയിലൂടെ എത്തിക്കുന്നത് പ്രയാസം പിടിച്ച ഒരു പണിയായിരുന്നു. അതിലും എളുപ്പം അവിടുന്ന് ഇരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് രോഗിയെ നേരിട്ട് ഈശോയുടെ മുന്നിലെത്തിക്കുന്നതാണ് എന്ന് അവർ കരുതിയിരിക്കണം. അപ്രകാരം ചെയ്ത അവരുടെ വിശ്വാസത്തെ ശ്ലാഘിച്ചുകൊണ്ട് ഈശോ തളർവാദക്കാരന് ആത്മീയവും ശാരീരികവുമായ സൗഖ്യം നൽകുന്നു. രോഗിയെ കൊണ്ടുവന്ന ആ 4 പേർ ആരാണെന്ന് സുവിശേഷത്തിൽ സൂചനയില്ല. ഒരുപക്ഷെ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ആ 4 പേർ സൗഖ്യത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഈശോയ്ക്ക് നൽകി ഒതുങ്ങി നിൽക്കുകയാവാം. അതല്ലെങ്കിൽ അവരുടെ പേരുകൾ അറിയാമായിരുന്നിട്ടും മർക്കോസ് സുവിശേഷകൻ എഴുതി ചേർക്കാത്തതാവാം. അതിന് കാരണം ഇങ്ങനെയൊരു സൽപ്രവൃത്തി ഈ 4 പേർ മാത്രം ചെയ്യുന്നതല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ അനുയായികളായവരെല്ലാം സ്വാഭാവികമായും ചെയ്യുന്നതാണ്. അതിൽ അതിശയമൊന്നും വേണ്ട എന്നതിൻ്റെ സൂചനയും ആവാം. തളർവാദക്കാരൻ്റെ വിശ്വാസത്തിൻ്റെ തോത് നോക്കാതെ അവന് സൗഖ്യം നൽകാൻ ഈശോ തീരുമാനിച്ചതിൻ്റെ ഏക കാരണം അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസമായിരുന്നു. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഒരിക്കൽ ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ പറഞ്ഞു: സഭ വളരുന്നത് മതപരിവർത്തനത്തിലൂടെയല്ല, ആകർഷണത്തിലൂടെയാണ്. ക്രൈസ്തവരാകാൻ ആരെയും നിർബന്ധിക്കരുത് എന്നതാണ് ക്രിസ്തുവിൻ്റെയും സഭയുടെയും എക്കാലത്തെയും നിലപാട്. ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കണ്ട് കൊതി തോന്നി അവർക്ക് ഈശോയിലുള്ള വിശ്വാസം കണ്ട് ആകർഷിതരായി ചുറ്റുമുള്ളവർ അവനിലേക്ക് എത്തണം. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് എത്തിക്കാൻ തക്ക വിശ്വാസം എനിക്കുണ്ടോ എന്നത് ഓരോ ക്രൈസ്തവനും തന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. വിശ്വസിക്കുന്ന ഏതൊരാളും സ്വാഭാവികമായി ചെയ്യുന്ന 2 പ്രവൃത്തികളാണ് തളർവാദക്കാരനെ സൗഖ്യത്തിലേക്ക് നയിച്ചത്. 1, വിശ്വസിക്കുന്നവർ മറ്റുള്ളവരെ ഈശോയിലേക്ക് എത്തിക്കും. 2, അങ്ങനെ കൊണ്ടുവന്നവന് ആവശ്യമായതെന്തോ അത് ഈശോയിൽ നിന്നും അവർ വാങ്ങിക്കൊടുക്കും. സുവിശേഷം പങ്കുവയ്ക്കുക എന്നാൽ അടിസ്ഥാനപരമായി ഈശോ ഉള്ള ഇടങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുക എന്നതാണ് അർത്ഥം. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഇത് അസാധ്യമല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വിശുദ്ധ ജോൺ ക്രിസോസ്തോം ഇങ്ങനെ മറുപടി നൽകുന്നു: മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നത് അസാധ്യമാണെന്ന് പറയരുത്. നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതാണ് അസാധ്യം. ഈശോയിൽ എത്തിച്ചാൽ മാത്രം പോരാ, സ്വന്തം ആവശ്യങ്ങൾ പോലും മറന്ന് അപരനു വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ഈശോയിൽ എത്തിച്ചാൽ മാത്രം പോരാ, സ്വന്തം ആവശ്യങ്ങൾ പോലും മറന്ന് അപരനു വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ദൈവത്തിൻ്റെ നന്മയിൽ നിന്നും അല്പം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ അംബ്രോസ് പുണ്യവാളൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപരനു വേണ്ടി പ്രാർത്ഥിച്ച് അസാധ്യമായത് അവന് ദൈവത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കുമ്പോൾ താൻ വിശ്വസിക്കുന്ന ദൈവം സത്യദൈവമാണ് എന്നതിനുള്ള സാക്ഷ്യമായി വിശ്വാസിക്ക് അത് മാറുകയും ചെയ്യും. ദീനക്കാരനെ കൊണ്ടുവന്നവർക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്ന് നാം കണ്ടു. തളർവാദ രോഗിക്ക് വിശ്വാസമുണ്ടായിരുന്നോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. തീർച്ചയായും ഉണ്ടായിരുന്നു.
അതുകൊണ്ടാണ് എഴുന്നേൽക്കാനും കിടക്കയെടുത്ത് വീട്ടിലേക്ക് നടക്കാനും ഈശോ പറഞ്ഞപ്പോൾ ആലോചനകൾക്കൊന്നും നിൽക്കാതെ തൽക്ഷണം അവൻ അപ്രകാരം ചെയ്തത്. മറ്റുള്ളവരുടെ ചുമലിലേറി തളർന്ന ശരീരവുമായി എത്തിയവൻ അങ്ങനെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചുമലിലേറ്റാൻ കഴിവുള്ളവനായി സ്വന്തം കാലിൽ മടങ്ങി. സ്നേഹമുള്ളവരെ, കിടക്ക ചുമക്കുക എന്നത് ആരോഗ്യമുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. അപ്രകാരം ചെയ്യാൻ തളർവാദക്കാരനോട് ഈശോ കൽപ്പിക്കുമ്പോൾ അതിനർത്ഥം അങ്ങനെ ചെയ്യാനുള്ള ആരോഗ്യം അവിടുന്ന് അവന് നൽകുമെന്നാണ്. ദൈവം താൻ കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി തന്ന് നമ്മെ ബലപ്പെടുത്തും. ഒന്നു മാത്രമാണ് ആവശ്യം: കണ്ണും പൂട്ടി ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം കൽപ്പിക്കുന്നത് എന്തോ അത് ചെയ്യാൻ മനസ്സുണ്ടാവണം. കാരണം താൻ കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി നൽകിക്കൊണ്ടാണ് ദൈവം കൽപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സുഖപ്പെടുത്തുന്ന കർത്താവേ, അങ്ങയുടെ പക്കലെത്തുന്ന എല്ലാ രോഗികളുടെ മേലും കാരുണ്യത്തിൻ്റെ വലങ്കൈ നീട്ടണമേ. കാരുണ്യവാനായ തമ്പുരാനെ, മറ്റുള്ളവർ അങ്ങയുടെ ശക്തി അറിയാൻ ഞങ്ങളെ ഉപകരണങ്ങൾ ആക്കണമേ. ആമേൻ.